Hi, good morning to all. Here, today I am very happy to inform you one thing that നമ്മുടെ ഈ ക്ലാസ് ഒരല്പം ഒരു ചെറിയ സ്ലോ മോഷനിലായിരുന്നു എങ്കിലും നമ്മുടെ ക്ലാസ് സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ കഴിവല്ല, നേരെ മറിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു സഹകരണ മനോഭാവമാണ് എന്നതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി അറിയിക്കുന്നതോടൊപ്പം ഞാൻ പറയുകയാണ്, നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ക്ലാസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ ആ ലാംഗ്വേജ് നമുക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയങ്ങളും വരുവാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന കാര്യത്തിൽ അതെങ്ങനെ എന്ന കാര്യത്തിൽ അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നില്ലേ. അതുകൊണ്ട് അതെങ്ങനെ വന്നു, അതിന് പകരം ഇത് ചേർത്താൽ എന്ത് സംഭവിക്കും എന്ന ഒരു കാര്യം വരാൻ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹമുള്ളവർ മാത്രമല്ല എന്ന ആ മഹനീയ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മളെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് അറിയാവുന്നവരും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു സത്യമുണ്ട് ഇതിന് പിന്നിൽ. അവര് നമുക്ക് വളരെയധികം വളരെയധികം സഹായകരമായിരിക്കും. അവരുടെ ആ മഹനീയ ഹസ്തങ്ങൾ നമുക്ക് അറിവിൻ്റെ ലോകത്തേക്ക് കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവരുടെ സഹായം നമുക്ക് വേണ്ടി വരും. കാരണം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും വരികയാണെങ്കിലോ, അതല്ല ഈ ക്ലാസ് എടുക്കുന്നത് നമ്മളെല്ലാവരും എല്ലാം പഠിച്ചിട്ട് വരുന്നവരല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ എന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നു. എനിക്കറിയാമെങ്കിൽ ഞാനത് പറയുന്നു. പിന്നെ അറിയാവുന്നവർ ഇത് കണ്ടിട്ട് അത് അങ്ങനെ പറയുന്നത് എന്ത് എന്ന് സംശയം ചോദിക്കുന്ന കൂട്ടുകാരുമുണ്ട്. അതിൽ ഒരു സംശയം വന്നതാണ് ഇന്നത്തെ ക്ലാസ് ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഒരു സാധാരണ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് തോന്നിയേക്കാവുന്ന ഒരു ന്യായമായ ഒരു സംശയമാണ് ഇന്നത്തേത്. വേറൊന്നുമല്ല, ഈഫ് എന്ന വാക്കിന് എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതറിയാവുന്നവര്, അത് ഉപയോഗിച്ച് സംസാരിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവർക്കറിയാം. ഈഫ് എന്ന വാക്കിന്റെ അർത്ഥം എങ്കിൽ എന്നാണ്. ഈഫ് എന്ന വാക്കിന്റെ അർത്ഥം എങ്കിൽ എന്നാണെങ്കിൽ ദോ എന്ന വാക്കിന്റെ അർത്ഥവും ഈ ഈഫ് എന്ന വാക്കിന്റെ അർത്ഥവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ആ ഫ്രണ്ടിന്, നമ്മുടെ ഈ ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലെ ആ കുടുംബത്തിലെ നമ്മുടെ കൂട്ടുകാരിക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അതാണ് നമ്മൾ ഇന്ന് ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. ഇത് ആദ്യമേ ഞാനൊന്ന് പറയാം. ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നർത്ഥം വരും. ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ വേറെ വല്ലതുമൊക്കെ ചെയ്തേനെ അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ എങ്കിൽ എന്ന മീനിങ് ആണ് ഈഫിന് വരുന്നത്. നേരെ മറിച്ച് സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ എങ്കിലും ഉപയോഗിച്ചാൽ ഈ മീനിങ് ഫുള്ളി ചേഞ്ച് ആയി പോകുന്ന ഒരു വാക്കാണ് ദോ എന്ന് പറഞ്ഞാൽ എങ്കിലും എന്ന് വരും. എങ്കിലും ഇത് കേൾക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, വേരിയേഷൻ അധികം ഒന്നുമില്ല എങ്കിലും അത് ഉപയോഗിക്കും നമ്മൾ സൂക്ഷിക്കണം. കാരണം ഈഫും ദോയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ സബ്ജക്റ്റ്. ഇഫ് യു ആസ്ക്ഡ് മീ എന്ന് ചോദിച്ചാൽ നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ, അല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്നതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈഫ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഈ ദോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് നീ എന്നോട് ചോദിച്ചെങ്കിലും എനിക്കതിന് സാധിച്ചില്ലെന്നോ, അതിൻ്റെ ഒരു റീസൺ ആണ് നമ്മൾ പറയുന്നത്. ചോദിച്ചെങ്കിലും എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? ദോ എന്ന് പറയുമ്പോൾ അത് ചെയ്യുവാൻ സാധിച്ചില്ല എന്നോ അതിൻ്റെ റീസണോ പറയുന്നതിന് വേണ്ടിയിട്ട് ദോ പറയും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിന് ഈ കാര്യങ്ങൾ നമ്മൾക്ക് ഒരല്പം എലാബറേറ്റ് ആയിട്ട് നമുക്ക് ബോർഡിൽ നോക്കി ഒന്ന് പഠിച്ചാലോ? ഓക്കെ, കം ടു ദി ബോർഡ്. ഓക്കെ, കം ഓൺ. ഈഫ് എന്ന് പറഞ്ഞാല് ഇത് ഈഫും ദോയുമാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റഡിങ് സബ്ജക്റ്റ്. ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നത് ചേർത്ത് നമ്മളൊരു 3 സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് യു ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞാൽ നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ
നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ, ഇഫ് യു ലോസ് ദാറ്റ് ജോബ്, നിനക്ക് ആ ജോലി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, ഇഫ് ദേ ഗോട്ട് 10 more minutes, അവർക്ക് 10 മിനിറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഇത് പൂർണ്ണമാകുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാല്, ഇരുന്നെങ്കിൽ നമ്മൾ ചെയ്യുമായിരുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ച്, എങ്കിൽ എന്നതാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഇതിന്റെ ഈ മീനിങ് നേരെ തിരിച്ചു വരും ഈ ദോ നമ്മൾ ഈ ഈഫിന്റെ സ്ഥാനത്ത് ചേർത്താല്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്തത്. ഈഫിന്റെ സ്ഥാനത്ത് നമ്മൾ ദോ ചേർത്ത് ഈ സെന്റൻസുകളെ എല്ലാം ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അതെങ്ങനെയാകും എന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ. അതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈഫിന്റെ സ്ഥാനത്ത് നമ്മൾ ദോ ചേർക്കാൻ പോകുന്നു. ഓക്കെ കമോൺ. ഇതിന്റെ ഈഫിന്റെ എല്ലാ സ്ഥാനത്തും നമ്മൾ ദോ ചേർത്തു. ദോ ചേർത്ത് നമ്മൾ പറയുകയാണ്, ദോ യു ആസ്ക്ഡ് മീ, നീ എന്നോട് ചോദിച്ചെങ്കിലും, നീ എന്നോട് ചോദിച്ചു, അത് കഴിഞ്ഞു. പക്ഷെ എങ്കിലും എന്നതാണ് ഇവിടെ ഈ ദോയ്ക്ക് വന്നിരിക്കുന്നത്. ചോദിച്ചെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നീ ചോദിച്ചായിരുന്നു, അത് ശരിയാ, പക്ഷെ എങ്കിലും എന്ന മീനിങ്. ദോ യു ആസ്ക്ഡ് മീ, ദോ യു ലോസ് ദാറ്റ് ജോബ്, നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടെങ്കിലും, അതിന് നമ്മൾ വേറൊരു പോസിബിലിറ്റി പറഞ്ഞു കൊടുക്കുന്നേക്കാം. ഒരു പക്ഷെ നമുക്ക് വേറൊരു ജോലി കിട്ടുമായിരിക്കാം എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിനക്ക് ആ ജോലി നഷ്ടപ്പെട്ടെങ്കിലും ഡോണ്ട് വറി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിപ്പിക്കും. എന്തെങ്കിലും ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഈ ദോ ഉപയോഗിക്കുന്നത്. മറ്റേതാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ് ഇതുമായിട്ടുള്ള ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അത് പിന്നെ ഒരു കാര്യം ഓർക്കണം കേട്ടോ. യു എന്ന വാക്കിന് ഇവിടെ നീ എന്നർത്ഥം വന്നു, ഇവിടെ നിങ്ങൾ എന്നർത്ഥം വന്നു. ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഈ യു ചേർക്കുകയാണ്, ഒരു പക്ഷെ അദ്ദേഹം എന്നൊരർത്ഥം പറയാം. അദ്ദേഹത്തിന് നീ, നിങ്ങൾ, അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നതിന് അദ്ദേഹമല്ല താങ്കൾ എന്നർത്ഥം വരും. ഇത് യുവിന് പല മീനിങ് വരുന്നതാണ്. കാരണം അതെന്നാന്ന് ചോദിച്ചാൽ ഇതിൽ റെസ്പെക്റ്റോട് കൂടി വിളിക്കുന്നത്. യു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരോട്, അങ്ങനെയുള്ള നമ്മൾ ആൾക്കാരോട് ഫ്രണ്ട്ലി വേ. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു അല്പം കൂടി റെസ്പെക്റ്റ് കൂട്ടിയാണെങ്കിൽ നമുക്ക് നിങ്ങൾ എന്ന് വിളിക്കാം. പക്ഷേ ഈ യു ഒരല്പം റെസ്പെക്റ്റോടുകൂടി ഉപയോഗിക്കേണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്, ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കണം. താങ്കൾ എന്നൊരു മീനിങ് ഇതിന് വരുന്നുണ്ട്. ഇതാണ് ഇവിടെ ഈ യു തന്നെ ഇവിടെ മാറിയപ്പോൾ നിങ്ങളായി ഇനി ഒരു യു വരികയാണ്. താങ്കളാകുവാനും സാധ്യതയുണ്ട്. അത് നമ്മൾ എവിടെ ഉപയോഗിക്കണം എന്നതിനനുസരിച്ച്. നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടെങ്കിലും, അതുപോലെ they got 10 more minutes, അവർക്ക് 10 മിനിറ്റ് കൂടി കിട്ടിയെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയാം. അങ്ങനെ ഇത് പറയുന്ന ഇതാണ് ഒരു വേയാണ് ഈ ദോയും ഈഫും തമ്മിലുള്ള വ്യത്യാസം. ഇത് സാധാരണ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ക്ലാസ് കൂടുന്ന, അതുപോലെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കൂട്ടുകാർക്കും ഏതൊരു സ്റ്റുഡന്റിനും തോന്നിയേക്കാവുന്ന ഒരു സംശയമാണ് ഈഫും ദോയും കാണുമ്പോഴുള്ള ഈ വ്യത്യാസം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് സോ, ഡു യു റിമെമ്പർ ദാറ്റ് വേർഡ്? ഇഫ് ഇറ്റ് ഈസ് സോ, അങ്ങനെയാണെങ്കിൽ. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഇഫ് ഇറ്റ് ഈസ് സോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ. ഈ നമ്മൾ പഠിച്ച ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ പദസമ്പത്ത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ ചെറിയ സെന്റൻസുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആ സംസാര ശൈലി മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റുവാൻ ശ്രമിച്ചാലോ. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? എനിക്കിതൊന്നേ ചോദിക്കുവാനുള്ളൂ. നമ്മൾ കുറേയെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആസ് വി ഡിസൈഡഡ് ഇയർലി, നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്നതിന് പ്രകാരം ലെറ്റ്സ് ചേഞ്ച് അവർ വേ ഓഫ് ടോക്കിംഗ് ഫ്രം മലയാളം ടു ഇംഗ്ലീഷ്. That is my question. Let's change our way of talking from Malayalam to English.
If you have any difficulty for that, don't worry, I am here to help you with more what all help you need. I am ready to help you with more sentences, or even if you get this type of the simple doubts, I am ready to help you. And if you have any doubt, I have told you early. I told what's the, if you whenever you get doubt, you just call me and try to talk with me and ask me directly with the following phone number. That is our contact number. I have told you early and have given you early. That is 9846857290. Okay, goodbye till we meet again in the next class with more subjects, or for more this type of your to clear your doubts. This type of doubts may be there for you, will be there for you while talking. Then let's see in the next class. Till then, goodbye.